കാപ്പിപ്പൊടിയിൽ സർവത്ര മായം. നമ്മളിപ്പോൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ കാപ്പിപ്പൊടി പായ്ക്ക് ചെയ്ത് കിട്ടുന്ന കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് മുഴുവൻ മായമാണ്. മായം എന്ന് പറഞ്ഞാൽ 60% കാപ്പിപ്പൊടിയും 40% ഗോതമ്പ് വറുത്ത് പൊടിച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് തരിക. പക്ഷേ ഇത് നിയമപരമായിട്ട് നോക്കുമ്പം കുഴപ്പമില്ല. ഗോതമ്പ് മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുവാണ്. പക്ഷേ അതിനകത്ത് നിയമപരമായ മറ്റൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഇത്ര ശതമാനമേ കാപ്പിപ്പൊടി ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ശതമാനം ഗോതമ്പ് പൊടിയാണെന്ന് ആ കവറിന് മുകളിൽ എഴുതേണ്ടതുണ്ട്. അത് പലരും എഴുതുന്നില്ല. മൊത്തം കാപ്പിപ്പൊടി 100% കാപ്പിപ്പൊടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന അതിൽ ഗോതമ്പിന് ഏതാണ്ട് കിലോ പ്രൈവറ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ 50 രൂപയിൽ താഴെ വിലയുള്ളൂ. കാപ്പിക്കുരുവിന് വൻ വിലയാണ്. ഈ വില വെച്ച് നോക്കുവാണെങ്കിൽ ഈ പാക്കറ്റ് ചെയ്ത് വിൽക്കുന്ന ഈ കാപ്പിപ്പൊടി കമ്പനിക്കാർക്ക് ഇത് വൻ ലാഭമാണ്. ഉപഭോക്താക്കളെ ഇങ്ങനെ മനഃപൂർവ്വം കളിപ്പിക്കുന്നതിന് നമ്മുടെ ഫുഡുകാരോ അല്ലെങ്കിൽ നിയമപരമായ മറ്റുള്ള ആൾക്കാരോ ഇതിന് യാതൊരു നടപടിയില്ല. നമ്മൾ കാപ്പിയും ഗോതമ്പ് പൊടിയും കൂടെ കൂട്ടി സംയുക്തമായി കുടിക്കുന്നു. ഇതിന് സർക്കാർ തലത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്.